നമസ്കാരം. ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു വർക്കാണ് കേട്ടോ. ജസ്റ്റ് ഞാൻ കുറച്ച് ലൈനുകളൊക്കെ തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതിലാണ് ഞാനിപ്പോൾ സ്റ്റിച്ചൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ലേസി ഡേസി, ഫ്രഞ്ച് നോട്ട്, പിന്നെ സ്റ്റെം സ്റ്റിച്ച്, ഫ്ലൈ സ്റ്റിച്ച്, ഫെദർ സ്റ്റിച്ച്, അങ്ങനെ ഈ 5 സ്റ്റിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സ്റ്റിച്ചുകളൊക്കെ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കെട്ടിടാനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ കോട്ടൺ തുണിയിലാണ് കേട്ടോ ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഒരു ഫിനിഷൊക്കെ വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സ്റ്റെം സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് ആദ്യം നമ്മൾ അടുപ്പിച്ച് ചെയ്യുക. ഉൾഭാഗത്ത് മാത്രം വലിയ സ്റ്റെമ്മ് കൊടുക്കുക. അപ്പോൾ വേഗം ഫില്ലാവുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കുറച്ച് അധികം സമയം എടുക്കേണ്ടി വരും. അപ്പോൾ ഉൾഭാഗത്ത് നല്ല വലുത് കൊടുക്കുക, സൈഡിലൊക്കെ ചെറിയ സ്റ്റെമ്മ് കൊടുക്കുക. കളർ നൂലിൻ്റെ ബ്രൗൺ തന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം നമുക്കറിയാമല്ലോ, മരത്തിൻ്റെ ഒരു കളർ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടല്ലേ വരിക. അതുകൊണ്ടാണ് ആ നൂലെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫെദർ സ്റ്റിച്ചാണ്. ഫെദർ സ്റ്റിച്ചും ഫ്ലൈ സ്റ്റിച്ചും നമുക്ക് മരത്തിൻ്റെ ചില്ലകളൊക്കെ ചെയ്യാൻ ഉപയോഗിക്കാം. പക്ഷെ എനിക്കെപ്പോഴും നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത് ഫെദർ സ്റ്റിച്ചാണ്. കാരണം ഫെദർ സ്റ്റിച്ചിന് കുറച്ചും കൂടി സ്റ്റിച്ചിന് ഗ്യാപ്പും വലുപ്പമൊക്കെ കൂടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഫെദർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. എന്നാലും ഞാൻ ഫ്ലൈ സ്റ്റിച്ചും കൂടെ ഇവിടെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്ലൈ സ്റ്റിച്ച് അധികം ഇട്ടിട്ടില്ല, 1-2 സ്ഥലത്തെയാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ഞാൻ അതിൻ്റെ ചില്ലകൾ ഫെദർ സ്റ്റിച്ചിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ലീഫ് വന്നിട്ട് ഫുള്ളായിട്ടും ലേസി ഡേസി സ്റ്റിച്ചിലാണ്. ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിന്നെ ഈ സ്റ്റിച്ചൊക്കെ നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തി തന്ന ഒരു സ്റ്റിച്ചാണ് ലേസി ഡേസി സ്റ്റിച്ച്. വളരെ എളുപ്പമാണ്. പിന്നെ അടുപ്പിച്ച് ചെയ്യുക. നമ്മൾ ആദ്യം ഫെദർ സ്റ്റിച്ച് ചെയ്തില്ലേ, അതിൻ്റെ എല്ലാ ചില്ലകളിലും നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് കൊണ്ട് ലീഫ് സ്റ്റിച്ച് ചെയ്യുക. അടുപ്പിച്ചിട്ട് ചെയ്യുക. പിന്നെ ഏകദേശം എല്ലാം തന്നെ ഒരേ വലുപ്പത്തിലും ചെയ്യാൻ നോക്കുക കേട്ടോ. എല്ലാതും തന്നെ 6 നൂലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് ഒരു തിക്നെസ് വരുള്ളൂ കേട്ടോ. പിന്നെ ഈ നടുവിലുള്ള ഹോള് ഇത്ര ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ വല്ലാതെ വലിച്ചു പിടിക്കരുത് കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഇനി ഞാനിതിൻ്റെ ഫ്ലവർ ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് നോട്ടിലാണ്. ഇത് ഫ്രഞ്ച് നോട്ട് ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണത്. ഇതൊരു വിവരം ഇടയ്ക്ക് പറയാറുണ്ട്, ഫ്രഞ്ച് നോട്ട് മാത്രം ശരിയാവണില്ല. എൻ്റെ 1-2 സുഹൃത്തുക്കളും പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് വളരെ സ്ലോവിൽ കാണിക്കണം കേട്ടോ. ശ്രദ്ധിക്കുക, ഫ്രഞ്ച് നോട്ട് നമ്മൾ മുകളിലേക്ക് എടുത്ത നൂലുണ്ടല്ലോ, ആ നൂല് സൂചിയിൽ 1, 2, 3 വട്ടം ചുറ്റുക. ഞാൻ ഇപ്പോൾ ഇവിടെ 2 വട്ടമേ ചുറ്റിയിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇങ്ങനെ ചുറ്റുക, കണ്ടല്ലോ. ഇങ്ങനെ ചുറ്റിയിട്ട് ആ 1 ശ്രദ്ധിക്കുക, ഇങ്ങനെ ചുറ്റുക. എന്നിട്ട് ആ എടുത്ത നൂലിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഒരു അത്രയും അടുത്ത് കൊണ്ടുപോയിട്ട് സൂചി കുത്തിയിറക്കുക. അപ്പോൾ അത്രയും സമയം നമ്മൾ ഈ നൂലിങ്ങനെ വലിച്ചു പിടിക്കുക. ചുറ്റിയ നൂലുണ്ടല്ലോ, ആ നൂല് തന്നെയാണ് നമ്മൾ വലിച്ചു പിടിക്കുന്നത്. എന്നിട്ട് ആ സൂചി അങ്ങോട്ട് ഇറക്കുക. പിന്നെ ചുറ്റുമ്പോൾ ഭയങ്കര അമർത്തി ചുറ്റരുത്. ഭയങ്കര അമർത്തി ചുറ്റിയാൽ സൂചി അടിയിലേക്ക് വലിക്കാൻ കിട്ടില്ല. അവിടെയും ചിലപ്പോൾ പറ്റാതെ വരുന്നത്, തെറ്റു വരുന്നത് ചിലപ്പോൾ അവിടെ ആയിരിക്കും. നമ്മൾ നൂല് നല്ലോണം അങ്ങനെ ചുറ്റുമ്പോൾ ഇറുക്കി പിടിക്കും. അങ്ങനെ പിടിക്കരുത്. നൂല് ചുറ്റുമ്പോൾ ഒന്ന് അയച്ചു കൊടുക്കുക, എന്നിട്ട് സൂചി താഴ്ത്തുക. ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കാം. ഇങ്ങനെ ചുറ്റുക. അങ്ങോട്ടോ എങ്ങനെ വേണമെങ്കിൽ ചുറ്റുക, അതൊന്നും വിഷയമല്ല കേട്ടോ. ഇടത്തോട്ടോ വലത്തോട്ടോ അങ്ങനെയൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നൂലിങ്ങനെ ചുറ്റുക, 2 ചുറ്റാം, 3 ചുറ്റാം, 5 വരെയൊക്കെ നമുക്ക് ചുറ്റാൻ പറ്റും. അപ്പോൾ വലിയ ഉണ്ടേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ ചുറ്റുക, കണ്ടോ. അതിൻ്റെ തൊട്ടടുത്ത് അതേ സൂചി കുത്തുക. അപ്പൊക്കെ നമ്മൾ ഈ നൂല് വലിച്ചു പിടിക്കണം കേട്ടോ. നമ്മൾ ചുറ്റിയ നൂലുണ്ടല്ലോ, വലിച്ചു പിടിക്കണം. എന്നിട്ട് കണ്ടോ, ആ തുമ്പത്തേക്ക് നോക്കി നോക്കൂ, സൂചിയുടെ അടുത്തേക്ക് നോക്കി നോക്കൂ. നമ്മൾ വല്ലാതെ അമർത്തി നൂല് വലിച്ചിട്ടില്ല. അങ്ങനെ അമർത്തി നൂല് വലിച്ചാൽ സൂചി താഴത്തേക്ക് വലിച്ചാൽ കിട്ടില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ ചുറ്റുമ്പോൾ ചുറ്റിയതിനൊന്ന് അയച്ചു കൊടുക്കുക. ഒന്ന് അയച്ചു കൊടുത്തിട്ട് വേണം സൂചി താഴത്തേക്ക് വലിക്കാൻ. പിന്നെ പ്രത്യേകത, സൂചിയുടെ ഹോള് കുഞ്ഞ് സൂചി ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ ഉപയോഗിക്കരുത്. ഹോള് വലുതായ സൂചി വേണം ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ
ഉപയോഗിക്കണം എപ്പോഴും. ചിലപ്പോൾ അതിവിടെയൊക്കെ ആവും ഫോൾട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഹോള് വലുതാകുമ്പോൾ എന്താ പറയുക, തുണി കൂടെ അടിയിലേക്ക് അങ്ങോട്ട് വലിഞ്ഞു പോവുമല്ലോ. അതാണൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് അതിങ്ങനെ വലിച്ചു പിടിക്കാം. ശ്രദ്ധിച്ചോളൂ. ഞാനിത് വളരെ സ്ലോയിലാണ് കാണിച്ചിരിക്കുന്നത്. ഇത് 2-3 വട്ടം ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട്, വീഡിയോ നോക്കിയിട്ട് ചെയ്ത് നോക്കുക. അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. വീഡിയോ ഓഫ് ചെയ്തിട്ടല്ല, വീഡിയോ കണ്ടുകൊണ്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചുറ്റിയത് ഒന്ന് ഫ്രീ ആയിട്ട് വിടണം. അതായത് സൂചി താഴത്തേക്ക് ഫ്രീ ആയിട്ട് പോകണം എന്ന് സാരം കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇത്രയേ ഉള്ളൂ. ഇതിനി ആ ഒരു പിന്നെ ലീഫ് ഉണ്ടല്ലോ, ലീഫിൻ്റെ ഫുൾ ഭാഗത്ത് ഞാനിത് ചെയ്തിട്ടുണ്ട്. പിന്നെ നൂല് ഡബിൾ കളർ നൂലാട്ടോ. അതാണത് എന്താ 2 കളറായി തോന്നുന്നത്. ഡബിൾ കളർ നൂലാണ് മേടിച്ചിരിക്കുന്നത്. അതാണത് കുറേ ലൈറ്റ് റോസും പിന്നെ കുറേ ഡാർക്ക് റോസൊക്കെ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ അതൊക്കെ ചെയ്ത് നോക്കാൻ ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ പിന്നിൽ ക്യാൻവാസ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു സ്വീറ്റ് ഹോമൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. വലിയൊരു മരത്തിൻ്റെ ഒരു പൂത്ത് നിൽക്കണ മരം പോലെ അല്ലേ? ഓക്കേ.